ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ്? എന്തായാലും നിങ്ങളല്ല. ഹായ് ഗായ്സ്, ഞങ്ങളില്ലേ ബിസ്മിന്റെ ഉള്ളിലുള്ള എന്നമ്മ സെർവ് ചെയ്യുന്നുണ്ട്. എന്നമ്മ സെർവ് ചെയ്യുന്നുണ്ട്. എന്നമ്മ പറയൂ, ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ. അഡ്വക്കേറ്റ് ശ്രീ പാർവതിക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശ്രീ പാർവതി പെട്ടിരിക്കുന്നത് മെറിൻ അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. മെറിൻ പറയൂ, എന്തെങ്കിലും പറയാനുണ്ടോ? അതെന്നെ കൊടുത്താൽ അന്നമ്മ ചായ കുടിക്കുകയാണ് ഗൈസ്. അന്നമ്മ ചായ കുടിക്കൂ. മെറിൻ ചായ കുടിക്കൂ. ടേസ്റ്റ് ചെയ്യേ, ആരെങ്കിലും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. 4 ചായ. ഇതാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിയ ലഡു ആണ് ഗൈസ്. ഇങ്ങോട്ട് പൊട്ടുന്ന ഒരു ഇത് പറയും. ഇത് വെച്ച് ഡോണക്കിട്ട് ഒരു എയർ കൊടുക്കണം എന്ന് എനിക്കുണ്ട്. ഡോണ ചത്തു പോകും, അതുകൊണ്ട് ഇനി എറിയുന്നില്ല. ലഡു പകുതി മുക്കാലം തിന്നത് മറന്നാട്ടോ. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് മെറിനായിരിക്കും. ചായ ഒന്നിനും കൊള്ളില്ലേ മെറിൻ പറയും. മെറിൻ പറയും നല്ലതാണ്. ലഡുവിനെ കുറിച്ച് പറയും. ലഡു എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ്? എന്തായാലും നിങ്ങളല്ല. ഞങ്ങളിപ്പോ ഒരു യൂട്യൂബ് ചോദിച്ചു വാങ്ങി എന്റെ ബിൽഡപ്പ് കളഞ്ഞു. ഏതായാലും നമ്മളൊരു യൂട്യൂബേഴ്സ്, അതെ യൂട്യൂബേഴ്സ് ആണെന്ന് അംഗീകരിച്ചല്ലോ ശ്രീ പാർവതി. അത് മതി, പറയൂ. ഫോഴ്സ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും, ഫോഴ്സ് ചെയ്ത് ലൈക്ക് ചെയ്യിപ്പിക്കും, കമന്റ് ചെയ്യിപ്പിക്കും, എല്ലാം സന്തോഷമായി. ഞങ്ങൾ ഫോഴ്സ് ഒന്നും ചോദിക്കാറ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്തില്ലേ? പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയ്ക്ക് എത്തുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിനെല്ലാം ആൻസർ ചെയ്യണം. യൂട്യൂബ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ഞങ്ങളെ അറിയാവോ? ഫേമസ് ആയ ഈ വ്യക്തിനെ അറിയാവോ? ഈ വ്യക്തി ആരാന്നറിയോ? ഡോണയോ? ഈ ഫേമസ് ആയ ഡോണയാണെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനാരാണ്? അലീന. പറയും. ഏതായാലും ചായ കുടിച്ചല്ലോ. ഞങ്ങള് ഒരു ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരും. അപ്പൊ ഈ ചായ കുടിച്ചിട്ട് പറയും, അഭിപ്രായം പറയും. നല്ല ചായ. വെറുതെ റിയാക്ഷനോടാണോ അത് ചായയോടാണ്? സഹകരിച്ചതിന് നന്ദി മാത്രം. ഓക്കെ, ബൈ. പോയി